നമുക്കൊരു മേക്കപ്പ് കേക്ക് കണ്ടാലോ? ഇതിന് അങ്ങനെയാന്ന് തോന്നുന്നു പറയുന്നത്. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കണം. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യാനുള്ളത് ഒരു മേക്കപ്പ് കേക്കാണ്, ഒരു ടോൾ കേക്കാണ്. ഞാനിത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേക്ക് വന്നിട്ട്. ഞാനിത് 6 ഇഞ്ചിൻ്റെ പാനിലാട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 5 ആയാലും ഒരുപാട് അങ്ങ് ഹൈറ്റായിപ്പോയി, അത്രയും ഹൈറ്റ് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അപ്പം ഞാൻ 6 ഇഞ്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു 3 കളറിലാട്ടോ, 3 ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനുള്ളത്. താഴെ ഒരു ലൈറ്റ് യെല്ലോ കൊടുത്തു, മുകളിലൊരു ഗ്രീൻ കൊടുത്തു, പിന്നെ ഒരു ലൈറ്റ് റോസ് കളറും മുകളിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാർബി കേക്ക് വേണമെന്നായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് റെഫറൻസ് പിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റ് വെച്ചിട്ടുള്ളൊരു കേക്ക് അവർ നോക്കുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള റെഫറൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ കസ്റ്റമർ അയച്ചു തന്നൊരു പിക്കായിട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു കളറിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാമേ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോർഡൊന്ന് ക്ലീൻ ആക്കണം. അപ്പം ആ ഒരു പരിപാടിയുടെ കഴിഞ്ഞാൽ നമുക്ക് കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം, സെറ്റാക്കാൻ വേണ്ടി വെക്കാമേ. അപ്പം ഈ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് വേറൊരു കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആകെ ഒരു റഷ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റിക്കറെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്രീമിൻ്റെ ചെറിയൊരു ഡിസൈനൂടെ നമുക്ക് കേക്കിൽ കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് പേരൂടെ എഴുതി കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ കേക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. ബാർബി കേക്ക് എന്ന് പറയുമ്പം ബാർബിയുടെ ഉടുപ്പ് നിൽക്കുന്നത്, ബാർബി നിൽക്കുന്ന പോലത്തെ കേക്ക് ഉണ്ടല്ലോ, ഉടുപ്പിന് ഡിസൈൻ ചെയ്ത പോലെ ആ ഒരു ഷേപ്പിൽ. അപ്പം അതാണ് നമ്മൾ സാധാരണ ബാർബി കേക്ക് എന്ന് പറയുമ്പം നമ്മൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു റെഫറൻസ് പിക്കൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഇഷ്ടമായിട്ടില്ലായിരുന്നു ആൾക്ക്. അപ്പം അതിന് പകരം ഈ ഒരു സെയിം തീമായിരുന്നു കേട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തതും. അപ്പോൾ പേര് വന്നിട്ട് ഗൗരി നന്ദന എന്നായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാതെ ഗൗരി നന്ദു എന്നാണ് എഴുതിയത്. പിന്നെ ഫോട്ടോ എടുക്കാൻ നേരത്തായിട്ടോ ഞാനത് ശ്രദ്ധിച്ച് നന്ദു അല്ലല്ലോ നന്ദനയാണല്ലോ എന്ന്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നന്ദന തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതായിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.